Parle Fab in yummy chocolate and vanilla crème. ഇവിടെ ആരെ കാണുന്നില്ലല്ലോ. കൊച്ചളിയ കളിയിൽ ശ്രദ്ധിക്കാൻ നോക്ക്. നമ്മുടെ പുറകില് ആരും ഉള്ളതുപോലെ എനിക്ക് തോന്നി. അത് നിന്റെ വാല് തന്നെ ആയിരിക്കും. നീ ഗെയിം കളിക്കാൻ നോക്ക്. വാലോ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. എന്താ എന്ത് പറ്റി ജോർദാറേ? ആരോ എന്നെ തൊട്ടായിരുന്നു. നിന്റെ വാല് തന്നെ വളഞ്ഞു വന്ന് നിന്നെ തൊട്ടതാവാനാണ് സാധ്യത. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതാ അവിടെ എങ്ങ ആരും ഇല്ല. ഇങ്ങനെ പേടിച്ചു കഴിഞ്ഞാ മാർക്കറ്റിലുള്ള എന്റെ സൽപ്പേര് മൊത്തം അങ്ങ് പോവും. ഹണിയുടെ കൂട്ടുകാരന്മാരായിട്ട് പോലും ലോക പേടിത്തൊണ്ടന്മാരാണെന്നേ നാട്ടുകാർ പറയുള്ളൂ. മനസ്സിലായോ? ഹലോ ഹലോ, വാതിൽ തുറന്നു കിടക്കുമായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്കൊരു ഹായ് തരാമെന്ന് വിചാരിച്ചു. ഓടിക്കോ ഓടിക്കോ, വീടിന്റെ പുറത്തേക്ക് വേഗം ഓട്. ചീറ്റപ്പുലിയെ നമുക്ക് വീടിനകത്ത് പൂട്ടിയിടാം. രക്ഷപ്പെട്ടു. അല്ല, നമ്മുടെ പോപ്പട്ട് ഇവിടെ. പേടിക്കേണ്ട കൊച്ചളിയ, അവൻ തൈര് വാങ്ങിക്കാൻ മാർക്കറ്റിൽ പോയിരിക്കുക. പക്ഷേ അവൻ തിരിച്ചെത്തിയത് കുറച്ചേരം മുമ്പാ. എന്താ? വന്നപാടെ ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് ബെഡ്റൂമിൽ പോയി നല്ല ഉറക്കത്തില്ല. ആ ചീറ്റപ്പുലി പോപ്പറ്റിനെ എന്ത് ചെയ്യും ദൈവത്തിന് മാത്രമേ അറിയാവൂ. അതിന് ചീറ്റപ്പുലിക്ക് അറിയില്ലല്ലോ പോപ്പട്ട് എവിടെയാ കിടന്ന് ഉറങ്ങുന്നതെന്ന്. വീട്ടിൽ തന്നെ കഴുതേ പോപ്പട്ടിനെ അവൻ എങ്ങനെ കണ്ടുപിടിക്കും? അയ്യോ, അതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ല. പോപ്പട്ടിനെ ഇനി എങ്ങനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ? വാ, സമയം ഒട്ടുമില്ല. വാ, ഈ ജനൽ ജാമായിട്ടിരിക്കുക. വാ, നമുക്ക് അവിടെ പോയി ട്രൈ ചെയ്യാം. ഈ പൈപ്പ് കൂടെ കയറിയാ നേരെ ബെഡ്റൂമിൽ ചെല്ലാൻ പറ്റും. നമസ്കാരം. പോപ്പട്ടെ എടാ പേടിക്കണ്ട, ഇത് നല്ല ചീറ്റപ്പുലിയാ. ഞാൻ ഉറങ്ങുമായിരുന്നു, ഇവൻ വന്നേ എന്റെ കാല് തിരുമ്മി തന്നു, തല മസാജ് ചെയ്തു. എണ്ണത്തോടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഉഴിച്ചിലും പിഴിച്ചിലും ഇടിക്കലും വലിക്കലും എല്ലാ കാര്യങ്ങളും നടന്നു. നീ ഒരു ഫൂളാണ്. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത്. നുണ പറയുന്നത് എന്തിനാ? ഞാൻ ചീറ്റപ്പുലിയല്ല, കഴുതയാണ്. എന്റെ അമ്മച്ചി, ചീറ്റപ്പുലിയുടെ മുഖമുള്ള കഴുതയോ? എന്റെ ദൈവമേ, ഞാൻ ചീറ്റപ്പുലിയല്ല കഴുതയാണെന്ന് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും നിങ്ങളെ? അതെ, നീ കഴുതയല്ല, ചീറ്റപ്പുലിയാണ്. കഴുതയാണ്, ചീറ്റപ്പുലിയാണ്, ചീറ്റപ്പുലിയാണ്, കഴുതയാണ്, ചീറ്റപ്പുലിയാണ്. ദാ കണ്ടോ, ഇപ്പൊ സമ്മതിച്ചില്ലേ? അത് പിന്നെ അബദ്ധത്തിൽ പറഞ്ഞതാ. കള്ളം പറയുന്നോ? ഞാൻ കഴുത തന്നെയാ. ശരി, എന്നാ ഇത് പറ, നീ എങ്ങനെയാണ് കഴുതിയായത്? ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ചിരുന്നത് കഴുതകൾ മാത്രം പഠിച്ചിരുന്ന സ്കൂളിലാണ്. അത് കഴുതകൾക്ക് വേണ്ടി മാത്രമുള്ള യൂണിവേഴ്സിറ്റി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെയാണ് പഠിച്ചത്. അപ്പൊ ഞാൻ കഴുതയാണെന്നതിൽ സംശയമുണ്ടോ? എന്താ കൂട്ടുകാരെ? എനിക്കെല്ലാം മനസ്സിലായി. ഈ കഴുതയ്ക്ക്, അതായത് ഈ ചീറ്റപ്പുലിക്ക് താൻ കഴുതയാണോ ചീറ്റപ്പുലിയാണോ എന്ന് സംശയമായിരിക്കുക. കാരണം കുട്ടിക്കാലം മുതൽ ഇവൻ കഴുതകളുടെ കൂടെയാണ് ചെലവഴിച്ചത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വല്ല പൂച്ചയോ നായോ ആണെന്ന് വിചാരിക്കേണ്ടതായിരുന്നു. ആരാണെങ്കിലും ശരി, നമ്മൾ ഇവനെ ഇവിടെ നിർത്തിക്കൊണ്ട് ഇവനെ ചീറ്റപ്പുലിയാക്കി മാറ്റണം. അല്ലെങ്കിൽ ഇവൻ ചീറ്റപ്പുലിയായിട്ട് ജനിച്ചതിന്റെ ഒരു ഗുണവും കാണാൻ പറ്റില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയ ഒരു ഐഡിയ ഉണ്ട്. ഇനി ഇവൻ ചീറ്റപ്പുലിയാണെന്ന് സ്വയം തോന്നി തുടങ്ങിയാൽ നമ്മൾ അപകടത്തിലാവും. സംശയമുണ്ടോ? വരുന്നിടത്ത് വെച്ച് കാണാം. ഇവന്റെ ഉള്ള ചീറ്റപ്പുലി ഉണർത്തിയേ പറ്റൂ. വരൂ. Splash, slide, swim, glide. Feel the fun of Fab Ride. Feel the Fab. Parle Fab in yummy chocolate and vanilla crème. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഐഡിയ.
നമുക്ക് ഇവരെ കൊണ്ട് ചീറ്റപ്പുലി എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ ഇവരെ കൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് ചെയ്യിക്കാം. അപ്പൊ ചീറ്റപ്പുലി ഉണരും. ചീറ്റപ്പുലി നീളത്തിൽ ചാടാൻ എക്സ്പെർട്ട് ആണ്. ഈ ഒരു കാര്യം ചെയ്തിട്ട് മുകളിൽ കയറി ചാടിക്കോ. ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്റെ അമ്മച്ചി, ഇവന്റെ ഉള്ളിലെ പുള്ളിപ്പുലി ഉണർന്നെന്നാ എനിക്ക് തോന്നുന്നത്. ഇതിനെ ചാട്ടൊന്നല്ല, ഫൈറ്റിംഗ് എന്നാ പറയുന്നേ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എന്നോട് കള്ളം പറയുന്നു. ഇങ്ങനെയാണോ ഫൈറ്റ് ചെയ്യുന്നത്? ഇംപോസിബിൾ. സാധാരണ ഇങ്ങനെ വായിക്കുന്നത് ബാസുരി അല്ലേ? എന്റെ പൊന്നനിയ, ബാസിരി വായിക്കുന്നത് ഇങ്ങനെയൊന്നും അല്ലാന്നേ. എടാ ചീറ്റപ്പുലി, സാധാരണ ഇങ്ങനെ ഓടുന്നത് കുതിരകളാണ്. കുതിരകൾ ഇങ്ങനെയാണോ? അവരെങ്ങനെയാണ് ഓടുന്നത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കളിക്കാറുള്ളത് ക്യാരംസ് ആണ്. കാരംസ് കളിക്കുന്നത് ദാ ഇങ്ങനെയാണ്. ഹൊയ്, 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 ഹൊയ്. അയ്യേ, ഇത് ഡാൻസ് അല്ലേ? What a foolishness. ഡാൻസ് കളിക്കുന്നത് ഇങ്ങനെയല്ലേ? ഇവനോട് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തണം. ചീറ്റപ്പുലിക്ക് നല്ല കായിക ശക്തിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവനെ സ്പോർട്സ് പഠിപ്പിക്കാം. അയ്യോ എന്റെ അമ്മച്ചി, എന്താ ഇതൊക്കെ? ഇതെന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എടാ, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഇവൻ കഴുതയാണെന്ന് വിചാരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഇവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക ഇവൻ കഴുതയല്ല ചീറ്റപ്പുലിയാണെന്ന്? എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. നമ്മുടെ കൂട്ടുകാരൻ കഴുതേച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു മനസ്സിലായിരിക്കാം ഇവൻ കഴുതയല്ല ചീറ്റപ്പുലിയാണെന്ന്. ഗുഡ് ഐഡിയ. ഹലോ ഫ്രണ്ട്. എന്റെ ദൈവമേ, ഒരു കഴുത എന്ന് രക്ഷിക്കാൻ മറ്റൊരു കഴുത വന്നു. അളിയ കഴുതേശ്വര, സുഖം തന്നെ നിനക്ക്? അയ്യോ, ഇങ്ങനെ വിഷ് ചെയ്യാൻ മാത്രം ഇന്നെന്റെ ബർത്ത്ഡേ ഒന്നും അല്ല. എനിക്ക് സുഖമാണ്. തനിക്ക് ബർത്ത്ഡേ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ പിന്നെ താനിങ്ങനെ ജനിച്ചത്? അപ്പൊ താൻ ജനിച്ചിട്ടേ ഇല്ലേ? എടാ, ഇവൻ സംസാരിക്കുന്ന സ്റ്റൈൽ ഇങ്ങനെയാണ്. നീ കുറച്ചു നേരത്തേക്ക് ഒന്ന് മിണ്ടാതിരിക്കും ഹണി. ഇവിടെ ആവശ്യത്തിന് ഇപ്പൊ 2 കഴുതകളുണ്ട്. സംശയമുണ്ടോ? എടാ, നിന്നോട് ഫോൺ വിളിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞില്ലേ? അയ്യോ, അല്ലല്ല, ഇന്നെന്റെ ബർത്ത്ഡേ അല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് ഓർമ്മയുണ്ട്. നിനക്ക് വേണ്ടി ഞങ്ങൾ ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമുക്ക് പോയാലോ? ഞാൻ നിങ്ങളോട് മര്യാദക്കല്ലേ പറഞ്ഞത് ഇന്നെന്റെ ബർത്ത്ഡേ അല്ലെന്ന്. പോവാം. ഡാ, അവൻ പറയുന്നതേ അവൻ ശരിക്കുള്ള കഴുതയാണെന്നാ. നീ ആണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കഴുതയും. അല്ല, അതിന് അവനെപ്പോഴെങ്ങനെ പറഞ്ഞത്? നീയും ഒരു കഴുതയല്ലേ, അതുകൊണ്ട് നിനക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഒരു കഴുത പറയുന്ന കാര്യം മറ്റൊരു കഴുതയ്ക്ക് കേൾക്കണമെന്നില്ല. നീ ഒന്ന് മിണ്ടാതിരിക്കേ. നിങ്ങളിൽ ഒറിജിനൽ കഴുത ആരാണെന്നും ഡ്യൂപ്ലിക്കേറ്റ് കഴുത ആരാണെന്നും അറിയാൻ ഒരു കോമ്പറ്റീഷൻ വെക്കുന്നുണ്ട്. ജയിക്കുന്നവനെ കഴുതയായി അംഗീകരിക്കാം. ആദ്യമായി ഓട്ട മത്സരമാണ്. നിങ്ങളിൽ ആരാണോ സ്പീഡിൽ ഓടുന്നത് അയാൾ ചീറ്റപ്പുലി ആയിരിക്കും. അപ്പോ റെഡിയല്ലേ ചീറ്റേ? ഹേയ് ഡാച്ചു. അപ്പോൾ നിങ്ങൾ റെഡിയാണോ? അതെ അതെ, ഞാൻ റെഡിയാണ്. അയ്യോ, അല്ല, ഇന്നെന്റെ ബർത്ത്ഡേ അല്ല. റെഡിയാണ്. റെഡി സ്റ്റഡി ഗോ. അയ്യോ, ചീറ്റപ്പുലി, ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. അയ്യോ, എനിക്ക് എന്തായി പറ്റിയത്? എടാ, നീ ചീറ്റയേക്കാൾ വേഗത്തിൽ എങ്ങനെയാ ഓടിയേ? എടാ, ചീറ്റപ്പുലി എന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ചീറ്റപ്പുലിയെ കണ്ട ആരായാലും ഓടില്ലേ? ആഹാ, അടിപൊളി. ഈ കഴുത പറഞ്ഞത് കറക്റ്റ് ആണ്. ഒന്നുകൂടി ഒന്ന് പറഞ്ഞത്. അയ്യോ, എത്ര പ്രാവശ്യം പറയണം ഇന്നെന്റെ ബർത്ത്ഡേ അല്ലെന്ന്? ഇനി ഞാൻ പറയില്ല. ഇതാ കണ്ടില്ലേ, ഈ കഴുത നിന്നെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. അതായത് നീ ഏറ്റവും അപകടകാരിയായ ചീറ്റപ്പുലിയാണ്. എന്റെ ദൈവമേ, എനിക്കും ഇപ്പൊ സത്യത്തിൽ തോന്നി തുടങ്ങുന്നുള്ളൂ ഞാൻ കഴുതയല്ല. പറയൂ, കഴുത അല്ലെങ്കിൽ പിന്നെ ആരാ?
വരൂ നമുക്ക് എല്ലാവർക്കും കൂടി ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകാം. ഹണി, അവ ചീറ്റപ്പുലിയാണെന്ന് അവൻ പറയാൻ പോവുമായിരുന്നു. നീ എന്തിനാ ഇടയ്ക്ക് കയറി പറഞ്ഞേ? ആ ഞാൻ വേണമെങ്കിൽ പറയാലോ. അയ്യോ നിന്നോടല്ല, വിട്ടേക്ക്, നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത കോമ്പറ്റീഷൻ ആണ് അലറൽ കോമ്പറ്റീഷൻ. ആർക്കാണോ ഏറ്റവും നന്നായിട്ട് അലറാൻ കഴിയുന്നത് അയാളായിരിക്കും ഏറ്റവും നല്ല ചീറ്റപ്പുലി. കഴുതേശ്വര, അത് നീ അലറ്. ഡാച്ചു. അയ്യോ അല്ല അല്ല, ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ല, ഞാൻ അലറില്ല. ഇതാ കണ്ടില്ലേ, ഇവന് അലറാൻ അറിയില്ല. അതായത് ഇവൻ ചീറ്റപ്പുലിയല്ല, കഴുതയാണ്. ചീറ്റേ, ഇനി നിന്റെ ഊഴമാണ്. എന്റെ ദൈവമേ, എനിക്കിപ്പോ ശരിക്കും തോന്നി തുടങ്ങുന്നുണ്ട് ഞാൻ കഴുതല്ല. എന്നാൽ നമുക്ക് അടുത്ത റൗണ്ടിലോട്ട് പോയാലോ? ഹണി, അവൻ മര്യാദക്ക് പറയാൻ പോയതാ അവൻ ചീറ്റയാണ്. ഹണി, നീ മിക്കവാറും മേടിക്കും. എന്റെ അമ്മച്ചി, സോറി. അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് സാധനങ്ങൾ ചുമക്കുന്ന റൗണ്ടാണ്. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ആരാണോ ചുമക്കുന്നത് അയാളായിരിക്കും കഴുത. എന്റെ അമ്മച്ചിയേ. ഡാച്ചു, ഡാച്ചു. അതെ, ഈ സാധനങ്ങളൊക്കെ എങ്ങോട്ടാ കൊണ്ടുപോണ്ടേ? എന്താ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അയ്യോ അല്ല, ഇന്നെന്റെ ബർത്ത്ഡേ അല്ലെന്നല്ലേ പറഞ്ഞത്. എന്റെ ദൈവമേ. ഈ റൗണ്ടിൽ ചീറ്റപ്പുലിക്ക് കൂടുതൽ സാധനങ്ങൾ എടുത്ത് പൊക്കാൻ കഴിഞ്ഞില്ല. അതിനർത്ഥം ചീറ്റപ്പുലി കഴുതയല്ല, ചീറ്റയാണ്. നീ ചീറ്റപ്പുലിയാണ്. ആഹാ എന്റെ ദൈവമേ, എനിക്ക് ഇപ്പൊ സത്യത്തിൽ തോന്നി തുടങ്ങുന്നുണ്ട് ഞാൻ കഴുതയല്ല, ചീറ്റപ്പുലിയാണെന്ന്. ഞാൻ കഴുതയല്ല, ചീറ്റപ്പുലിയാണെന്ന് എനിക്ക് പരിപൂർണ വിശ്വാസമായിരിക്കാണ്. ഈ തിരിച്ചറിവ് എനിക്ക് ഉണ്ടാകാൻ കാരണം നിങ്ങൾ 4 പേരാണ്. താങ്ക് യു. ഇന്നു മുതൽ നിങ്ങളെല്ലാം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. എനിക്ക് സന്തോഷമായി. അയ്യോ, നിങ്ങൾ ആരെങ്കിലും എന്റെ തലേന്ന് ഈ സാധനങ്ങളൊക്കെ താഴെ ഇറക്കി വെക്കാനൊന്ന് സഹായിക്കണേ. അയ്യോ അല്ലല്ല, ഇന്നെന്റെ ബർത്ത്ഡേ അല്ല. അയ്യോ, ഇത് വല്ലാത്തൊരു ചതിയായി പോയി. ബണി, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. പറഞ്ഞല്ലോ, ഇന്നെന്റെ ബർത്ത്ഡേ അല്ല. അയ്യോ, അങ്ങനെ മറ്റുള്ളവരോട് പറയുമ്പോ അവർക്ക് എത്രമാത്രം ഇറിറ്റേറ്റ് ആവുന്നെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇനി മേലെ ഞാൻ അങ്ങനെ പറയില്ല. ശരി, ഇനി താങ്ക് യു പറ. അയ്യോ, ഇന്നെന്റെ ബർത്ത്ഡേ അല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ.